നിങ്ങൾ എത്ര വലിയ വമ്പനായാലും കൊമ്പനായാലും പടുകൂറ്റം മുതലാളിയായാലും പൊളിറ്റിക്കൽ ലീഡറായാലും നിങ്ങൾ സൈന്യാധിപനായാലും നിങ്ങൾ ഞാനും ചെയ്ത ഓരോ കാര്യങ്ങളും കൃത്യമായി ആക്യുറേറ്റായി മൈന്യൂട്ടായി വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. അണുമണി തൂക്കം. ഖുർആൻ പറയുന്ന ആ ഒരു പ്രയോഗത്തിന് മലയാളത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. മലയാള വാചകങ്ങൾക്കൊക്കെ ചില പരിമിതികളുണ്ട്. അറബി ആശയം ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലൊന്നും ശരിയാവത്തില്ല. കടുകിട, അണുകിട, നന്മ ചെയ്തവൻ അതവൻ അനുഭവിക്കും. ഇതിലും വലിയ നീതി ലോകത്ത് ആർക്കാണ് കൊടുക്കാൻ കഴിയുക? കടുകിട, അണുകിട, തിന്മ ചെയ്തവൻ അവനും അനുഭവിക്കും. നിങ്ങൾ നോക്കൂ, 2 ലക്ഷം മനുഷ്യന്മാരെ ആവിയാക്കി, അല്ലെങ്കിൽ ഇപ്പോഴും ജപ്പാനിൽ ജനിക്കുന്ന പല കുട്ടികൾക്കും അന്ന് വർഷങ്ങൾക്ക് മുമ്പ് 75-80 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആണവായുധ പ്രയോഗം നിമിത്തം ഇപ്പോഴും അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അംഗഭംഗം വരുന്നു. അപ്പോൾ അത്രയും പരമ്പരകളോളം ദുരന്തം വിതയ്ക്കുന്ന അറ്റാക്കുകൾ നടത്തിയ ആളുകൾ ചരിത്രത്തിലുണ്ട്. അവരെ ആരാണ് കൈകാര്യം ചെയ്യുക? ലോകത്ത് ഏത് ജഡ്ജിക്കാണ് അവരെ കൈകാര്യം ചെയ്യാൻ കഴിയുക? ലോകത്തെ ഏത് നീതിപീഠത്തിനാണ് നീതിപൂർവമായി അവരെ ശിക്ഷിക്കാൻ കഴിയുക? മാലികി യൗമിദ്ദീൻ ലിമനിൽ മുൽക്ക്. ആരാണെന്ന് അധികാരിയായിട്ടുള്ളത്? ഞാൻ മാത്രമാണ് അധികാരി എന്ന് പടച്ചവൻ പറയുന്ന അവസാന നാളിലെ കോടതി, അതാണ് ആത്യന്തികമായ നീതിയുടെ കോടതി. ആ കോടതിക്ക് അവരെ ശിക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വളരെ ശാന്തമായി, ഭൂമി എന്ന് പറഞ്ഞാൽ അതിലേക്കാണ് ഞാൻ മടങ്ങിപ്പോകേണ്ടത്. ഇവിടെ ഞാൻ കാരണമായ ഒരു ഫസാദും ഉണ്ടാകരുത്. ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഭൂമി വളരെ മനോഹരമാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. നമ്മൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ ലെബനോനിലും ഇസ്രയേലിലും അതുപോലെ ഫലസ്തീനിലും സിറിയയിലും ഇപ്പൊ യമനിലും ഒക്കെ നടക്കുന്ന ഈ അറ്റാക്കുകൾ നിമിത്തം ഇനി അവിടുത്തെ ഭൂമി ജൈവപരമായി നാച്ചുറലായ ഒരു സിറ്റുവേഷനിലേക്ക് മടങ്ങി വരാൻ എത്ര സമയമെടുക്കും, എത്ര കാലങ്ങളെടുക്കും? കാരണം ഇതെല്ലാം കെമിക്കലല്ലേ. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ഈ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഈ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിനകത്ത് 2-3 ഉണ്ട ഇടാറുണ്ട്. പലപ്പോഴും പലരും മേടിച്ചിടും. അപ്പോൾ അത് ഫ്ലഷ് ചെയ്യുമ്പോഴത്തേക്ക് ടോയ്ലറ്റിനകത്ത് നീല കളറായിരിക്കും, പിന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. നമ്മളങ്ങനെ ചെയ്യുന്നത് പലരും ചെയ്യാറുള്ള കാര്യമാണ്. ശരിക്കും അത് സ്വാഭാവികമായും വിസർജ്യം ഡൈജഷൻ ഉണ്ടായി ഭൂമിയിലേക്ക് ലയിച്ച് ചേരേണ്ടുന്നൊരു സ്വാഭാവിക പ്രക്രിയയ്ക്ക് നമ്മൾ ചെയ്യുന്ന എതിരായ ഒരു ആൻറ്റി പ്രക്രിയ പരിപാടിയാണത്. കാരണം സ്വാഭാവികമായി ഈ വിസർജ്യം നശിക്കാൻ വേണ്ടി അതിനകത്ത് അള്ളാഹു തആല ചില സാധനങ്ങളെ പടച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കെമിക്കൽ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ചത്തുപോകും. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്, ഈ അടുത്ത സമയത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരാൾ ആൻറ്റിബയോട്ടിക് ശരീരത്തിൽ ഉപയോഗിച്ചാൽ പിന്നീട് ഒരു 6 മാസമൊക്കെ കഴിയാതെ ആൻറ്റിബയോട്ടിക് വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ ശരിയായ. നമ്മളിപ്പോൾ പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോയാൽ ആൻറ്റിബയോട്ടിക് എഴുതും. പനിയൊക്കെ തീർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് പല്ല് വേദന, അപ്പോൾ ദന്ത ഹോസ്പിറ്റലിൽ പോയപ്പോൾ അയാൾ പല്ല് പറിച്ചെടുത്ത് എന്നിട്ട് അയാളും എഴുതും ആൻറ്റിബയോട്ടിക്. അപ്പം നമ്മുടെ വയറിലേക്ക് ഈ കെമിക്കൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വയറ്റിൽ ഡൈജഷൻ നടത്തേണ്ടുന്ന പലതും ചത്തുപോകും. അത് നമ്മുടെ പ്രവർത്തന ഫലമായിട്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്ലാസ്റ്റിക്, നമ്മുടെ ഇപ്പോൾ ഈ റാന്നിയിലും കോന്നിയിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായി, നിറച്ചും ആ ടൗൺ നിറച്ചും പ്ലാസ്റ്റിക് വന്നിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നത്. നമ്മൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ഭൂമി
വെള്ളപ്പൊക്കം ഉണ്ടാക്കി അത് കൊണ്ട് നമ്മുടെ മുറ്റത്തേക്ക് തന്നെ വീണ്ടും കൊണ്ടിട്ട് വരണ്ട. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്. ഈ കടലിലും ഈ കരയിലും ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും മനുഷ്യന്മാരുടെ, ഖുർആൻ പറയാണ്, മനുഷ്യന്മാർ പ്രവർത്തിച്ചിട്ടുണ്ടാകുന്നതാണ്. എല്ലാം അങ്ങനെയാണെന്നല്ല, എങ്കിലും ഏറെക്കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചാൽ ഏറെക്കുറെ കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായിട്ട്